തെരുവ് നാടകങ്ങളായി അവതരിപ്പിക്കുകയും അതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത സഫ്ദർ ഹാഷ്മിയുടെ പേരിലുള്ള ഒരു നഗറിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടി കാണാനും കലാപരിപാടികൾ കാണാനും ആസ്വദിക്കാനും വേണ്ടി ഈ മനോഹരമായ മൈതാനത്ത് ഒരുപാട് ആളുകൾ സമയം 9:75 ഈ സമയത്തും ഒത്തുചേർന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതം തന്നെയാണ്. എത്രയും നേരത്തെ തന്റെ വീട്ടിലെത്താനും മൊബൈൽ ഫോണും വാട്സപ്പും ഫേസ്ബുക്കും നോക്കാനും ടിവിയില് സീരിയൽ കാണാനും കിടന്നുറങ്ങാനും ഭക്ഷണം കഴിക്കാനും മാത്രം ആളുകൾ താല്പര്യപ്പെടുന്നതോടും നമ്മുടെ നാടിന്റെ സംസ്കാരം ചുരുങ്ങിപ്പോകും. നമ്മുടെ നാടിന്റെ സംസ്കാരം ഉടലെടുത്തത് ബെഡ്റൂമിലല്ല. നമ്മുടെ നാടിന്റെ സംസ്കാരം ഉടലെടുത്തത് മൈതാനങ്ങളിലും വയലുകളിലും തെരുവുകളിലും വീട്ടുവരാന്തകളിലുമാണ്. വീട്ടുവരാന്തകൾ ഇപ്പോൾ വിജനമാണ്. അതുകൊണ്ട് സംസ്കാരവും കുറയുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സംസ്കാരമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വസ്ത്രം നോക്കിയിട്ടല്ല, നിങ്ങളുടെ ഭക്ഷണം നോക്കിയിട്ടല്ല, നിങ്ങളുടെ അടുക്കള നോക്കിയിട്ടല്ല. നിങ്ങളുടെ വീട്ടിനകത്ത് വീട്ടിന്റെ വരാന്തയിൽ എത്ര നേരം ഇരിക്കുന്നുണ്ടോ നോക്കിയിട്ടാണ്. അവിടെ നിന്ന് എത്ര നേരം വർത്തമാനം പറയുന്നുണ്ടോ നോക്കിയിട്ടാണ്. ആ പറയുന്ന വർത്തമാനങ്ങളിൽ നിങ്ങളുടെ സ്വന്തം കാര്യമല്ലാതെ മറ്റു കാര്യങ്ങൾ, ലോകകാര്യങ്ങൾ, പ്രകൃതിയുടെ കാര്യങ്ങൾ, സമൂഹത്തിന്റെ കാര്യങ്ങൾ, കലയുടെ കാര്യങ്ങളുണ്ടോ നോക്കിയിട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഒരു പാട്ടെങ്കിലും പാടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേര് റേഷൻ കാർഡിൽ ചേർക്കാൻ അർഹതയില്ലാത്തതാണ്. അന്ന് നിങ്ങൾക്ക് റേഷൻ തരാൻ പാടില്ല. കാരണം മനുഷ്യർക്കുള്ളതാണ് റേഷൻ, മൃഗങ്ങൾക്ക് റേഷൻ ഇല്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും കിടന്നുറങ്ങുകയും വിസർജനം നടത്തുകയും മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ലല്ലോ, അത് മൃഗങ്ങളെല്ലാം ചെയ്യുന്നു. നിങ്ങൾ നാടകം കാണാൻ വന്നവരാ. നാട് എങ്ങനെയാണ് ഉണ്ടായത്? നാടുണ്ടായത് എങ്ങനെയാണ്? പണ്ടെല്ലാം കാടായിരുന്നു. ആ കാട്ടിലെ കാട്ടാളന്മാർ മാത്രമായിരുന്നു നമ്മൾ, മൃഗങ്ങളെ പോലെ. യാതൊരു പ്രത്യേകതയില്ല. മൃഗവും മനുഷ്യനും തമ്മിൽ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടും വർത്തമാനം പറയുന്നത് കൊണ്ടും പാട്ടുപാടുന്നത് കൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടും ശരീരം കൊണ്ട് നമ്മൾ മനുഷ്യരൊന്നുമല്ല. എല്ലാ മൃഗങ്ങൾക്കും ഉള്ളതുപോലെ 2 കണ്ണാണ്, എല്ലാ മൃഗങ്ങൾക്കും ഉള്ള പോലെ 2 ചെവിയാണ്, എല്ലാ മൃഗങ്ങൾക്കും ഉള്ളതുപോലെ മൂക്കിന് 2 ദ്വാരമാണ്, എല്ലാ മൃഗങ്ങൾക്കും ഉള്ളതുപോലെ ചോരക്ക് നിറം ചുവപ്പാണ്, അസ്ഥിക്ക് നിറം വെളുപ്പാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ മനുഷ്യനാവുന്നില്ല. നമ്മൾ ചിരിക്കുകയും ചിന്തിക്കുകയും പാട്ടുപാടുകയും പ്രസംഗിക്കുകയും പ്രസംഗം കേൾക്കുകയും ഇതുപോലെ ഒത്തുചേരുകയും ഒത്തുചേർന്നിട്ട് ഡാൻസ് കണ്ടിട്ട് കൈയടിച്ചാൽ മാത്രം പോരാ. അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആളോട് വിശേഷം ചോദിക്കണം. എല്ലോടോ ധാരാണി നിന്റെ കൊയിലാണ്ടി കൊണ്ടുപോയ മോൾ ഇപ്രാവശ്യം വന്നിട്ടൊന്നുമില്ലേ, ഓക്ക് വിശേഷമൊന്നും ആയിട്ടില്ലേ എന്ന് ചോദിക്കുന്നില്ല. പിന്നെ എന്ത് കുന്തത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പുറം ഇപ്പുറം തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചോദിക്കുക, വർത്താനം പറയാ. ഞാനിപ്പോ കണ്ണൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ട് കടലുണ്ടി ഇറങ്ങി ആടെ ഒരു സ്കൂളിന്റെ വാർഷികത്തിൽ പ്രസംഗിക്കാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് അതിന് ശേഷം ഇവിടെ വരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വൈകിയത്. ഇവിടുന്ന് ആങ്കർ അനൗൺസ് ചെയ്യുമ്പോ സാംസ്കാരിക പ്രഭാഷകൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തൂന്ന് കുറെ നേരം പറയുമ്പോൾ ഞാനിവിടെ എത്തിയിട്ട് ബേക്കിലിരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ട്രെയിനിൽ ഞാൻ വരുമ്പോ ഇങ്ങനെ ആളുകൾ സാധാരണ ബസ്സിൽ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിയിട്ടേ ഇരിക്കുക. ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് ഏടിയാ പോണ്ടെന്ന് ചോദിക്കൂല, ഏടിയാ എന്നാ വരുന്നെന്ന് ചോദിക്കൂല, ഒരു വിശേഷം പറയൂല. എല്ലാം കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു, കുറെ പെൺകുട്ടികൾ എന്റെ ആ ക്യാബിന്റെ അകത്ത്. അവരെല്ലാം ICU കിടക്കും പോലെ കിടക്കുക, വയറെല്ലാം കുത്തിയിട്ട് ഒന്നും അറിയുന്നില്ല. ICUവിൽ ഇങ്ങനെ വയറൽ കുത്തിയിട്ട് ബോധമില്ലാണ്ട് കിടക്കില്ലേ, അതുപോലെ. ഒരു ബന്ധമില്ലാതെ മനുഷ്യനെങ്ങനെയാ ഉണ്ടാവുന്നത്? മനുഷ്യനുണ്ടായതിന്റെ കഥയാ ഞാൻ പറയാൻ പോകുന്നത്. നാടുണ്ടായത് എങ്ങനെയാണ്? കാട്ടാളന്മാരായി നടക്കുന്ന കാലം ദപ്പായി സംഭവം. ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ ഉള്ള കഥയാണ്. ഒരു അമ്പലവും ഇല്ല, ഒരു പള്ളിയും ഇല്ല, ഒന്ന് ഈശോയും ഇല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇല്ല, അള്ളാഹു അക്ബർ ഇല്ല, അക്ഷരമില്ല. അക്ഷരം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ഉണ്ടാകും. ദൈവം എന്ന വാക്ക് അക്ഷരം ഉണ്ടായതിനു ശേഷമല്ലേ ഉണ്ടായേ? ഇതൊന്നുമില്ലാത്ത കാലം. മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഹോമോസോപ്പിയൻ, ഇത് 3 ലക്ഷം വർഷം മുമ്പുള്ള കഥയാണ്. ഹോമോസോപ്പിയൻസ് ആയിട്ട് മനുഷ്യരിങ്ങനെ രാവിലെ ഉറക്ക കഴിഞ്ഞാൽ പല്ല് തേക്കണ്ടല്ലോ, എന്ത് സുഖ അല്ലേ, കുളിക്കണ്ട, വസ്ത്രാലക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട, അടുപ്പ് തീ പറ്റിക്കണ്ട, ഭക്ഷണം ഉണ്ടാക്കണ്ട, ഒന്നുമില്ല.
രാവിലെ എണീറ്റ് ഏതാ മരം കുലുക്കിയിട്ട് എന്തോ തിന്നാൻ പഴമോ കായ്കനികളോ നോക്കൂ, അല്ലെ മഡ് കളച്ചിട്ട് കിഴങ്ങ് തിന്നു, അല്ലെ മൃഗങ്ങളെ കൊന്നു തിന്നു വയറ് നിറഞ്ഞ ആടെ കിടക്കും, ആടുന്ന് പിന്നെയും നടക്കും, പുറപ്പെട്ടെടുത്തു തിരിച്ചു വരേണ്ട പരിപാടിയില്ല. കാരണം ആടെ വീടൊന്നും ഇല്ലല്ലോ, കൃഷിയും ഇല്ലല്ലോ, ഇങ്ങനെ നടക്കും. അടിച്ചു വാരണ്ടല്ലോ, കാരണം വീടില്ലല്ലോ. അങ്ങനെ നടക്കുമ്പോ അന്ന് രണ്ട് ജാതിയേ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യരുടെ ഇടയിൽ. ഏത് ജാതിയാ? ആണുജാതിയും പെണ്ണുജാതിയും. ആണുജാതിയും പെണ്ണുജാതിയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഭക്ഷണം ശേഖരിച്ച് പോകാൻ വേണ്ടി ഇടയ്ക്ക് പെണ്ണുജാതിക്ക് ആണുജാതിയുടെ കൂടെ പോകാൻ പറ്റൂല. എന്തുകൊണ്ടായിരിക്കും? കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്, ആണിന്റെ അമ്മ പെണ്ണേ, പെണ്ണിന്റെ അമ്മയും പെണ്ണ്, ഇതെന്ത് നീതി ഇതെന്ത് ന്യായം, ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും പെണ്ണ. പെണ്ണുങ്ങളോട് ബഹുമാനം കാണിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് നീണ്ട മുടിയുള്ള കൊണ്ടല്ല, അവർക്ക് മീശയില്ലാത്ത കൊണ്ടല്ല. നമ്മളെല്ലാം പെറ്റത് പെണ്ണ, 10 മാസം ചുമന്നത് പെണ്ണ, പ്രസവ വേദന അനുഭവിച്ചത് പെണ്ണ. ആ വേദന അനുഭവിച്ചതിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ഒരു ആചാരമുണ്ട്. ഒരു പെണ്ണ് പ്രസവിച്ചാൽ ഒരു 5-10 ദിവസത്തിനുള്ളിൽ ആ പെണ്ണ് അനുഭവിച്ച ത്യാഗത്തിന്റെ വേദനയ്ക്ക് പ്രതിഫലമായിട്ട് അവൾക്കും അവളുടെ അമ്മയ്ക്കും തിന്നാനുള്ള കാശ് കൊണ്ട് കൊടുക്കും. അങ്ങനെയുണ്ടോ? തിന്നാനുള്ള കാശ്. അതിന് പക്ഷേ തിന്നുന്നതിന് അതിന് മാത്രം ഇംഗ്ലീഷ് പറയാ. തിന്നുന്നതിന് എന്താ ഇംഗ്ലീഷ് പറയാ? ഈറ്റ് എന്നല്ലേ പറയാ. ഈറ്റിന്റെ പൈസ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഈറ്റിന്റെ പൈസ. ആ പെണ്ണിന് ഗർഭിണിയായിരിക്കുമ്പോ പ്രസവിച്ചു കിടക്കുമ്പോ ഈ മരത്തുമ്മ കയറാനും മൃഗങ്ങളുടെ പുറകെ ഓടാനും പറ്റാതെ അവളെ ഗുഹക്കകത്തിരുത്തി ബാക്കി കാട്ടാളന്മാര് ഭക്ഷണം ശേഖരിക്കാൻ പോയി. ശേഖരിച്ച ഭക്ഷണം അവര് കഴിച്ചും ബാക്കിയുണ്ടെങ്കിൽ പെണ്ണിന് കൊണ്ടു കൊടുക്കും. അവളത് തിന്നിട്ട് ബാക്കി കുരുവും തൊലിയെല്ലാം ഗുഹക്ക് പുറത്തേക്ക് എറിയും. അന്ന് ചവിട്ടുമ്പോ തുറക്കുന്ന മൂടിയുള്ള പാത്രമില്ല, വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോ എന്ന് ഗുഹാമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ പുറത്ത് മഴ പെയ്തപ്പോ ഇവള് വലിച്ചെറിഞ്ഞ ആ കുരു കുതിർന്നിട്ട് ആ കുതിർന്ന് അതിൻ്റെ അകത്തുനിന്ന് കെ എം മാണിന്റെ ചിഹ്നം പൊങ്ങി വന്നു. രണ്ടില പൊങ്ങി വന്നു. ആ ഇലയെ തന്നെ ഇവള് സൂക്ഷിച്ചു നോക്കുക. 24 മണിക്കൂർ അന്നും പകലും രാത്രിക്കും ഇതേ ദൈർഘ്യമുണ്ട്. ഒരു പണിയിലാണ്ട് ഇങ്ങനെ ഇലയെ നോക്കി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ മനസ്സിൽ ഒരു ഐഡിയ പൊട്ടിമുളച്ചത്. ഏത് മരത്തിൽ നിന്ന്, ഏത് വള്ളിയിൽ നിന്ന്, ഏത് ചെടിയിൽ നിന്നാണ് ഈ പഴം പറിച്ചെടുത്തത്? അതേ മരത്തിന്റെ, അതേ വള്ളിയുടെ, അതേ ചെടിയുടെ ഇലയാണ് ഈ കുരുവിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്നത് എന്ന് പറഞ്ഞാൽ കുരുവിന്റെ അകത്ത് മരമുണ്ട് എന്നുള്ള അറിവാ ലോകത്തെ ആദ്യത്തെ അറിവ്. നട്ട പൊളക്കും. അതുവരെ ഭക്ഷണം ഉള്ളെടുത്ത് പോയി തിന്നല, എന്നാൽ താൻ ഉള്ളെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാം എന്ന ഐഡിയ ഉണ്ടായപ്പോ ഒരൊറ്റ വിളിയായി എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് കാട്ടാളന്മാർ ഓഹോ ഓടി വന്നു. എന്താ 4 മൂലക്കുന്ന് കാട്ടാളന്മാർ വന്നു. വിളിച്ചു ചേർത്ത് ഇവളും കൂടി വട്ടത്തിൽ ഇരുത്തിയിട്ട് കുരുവില്ലാത്ത മരമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ. കുരുവെന്നോ മരമെന്നുള്ള വാക്കൊന്നും ഇല്ലല്ലോ, ഭാഷയില്ലല്ലോ. എന്തെല്ലോ അഭ്യാസം കളിച്ചിട്ട് ഇവള് ഒച്ചയെടുത്തിട്ടും കാണിച്ചു കൊടുത്തിട്ടും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ ബോധ്യപ്പെടുത്തിയപ്പോഴാണെന്നാ പിന്നെ നടാന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണവര് അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു. അന്നുണ്ടാക്കിയതാ വയല്. ഈ വയലെന്ന് പറയുന്നത് മലയാളി ഉണ്ടാകുന്നതിന് മുമ്പ് വയലുണ്ട്. ആദ്യ മനുഷ്യൻ ഉണ്ടാക്കിയതാ വയല്. നിങ്ങളുടെ പേരിൽ ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ നിയമപ്രകാരം അവിടെ അരിയേക്കറ 30 സെന്റ് 20 സെന്റ് എല്ലാം ആ വയല് നിങ്ങളുടെ പേരിൽ റേഷാക്കി തന്നു എന്ന് വിചാരിച്ചിട്ട് അത് കൊത്തിക്കൂട്ടി ചാല് കീറിയിട്ട് ആടെ പറമ്പാക്കാൻ നിങ്ങൾക്ക് എന്താ അധികാര? വയല് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയതായിരിക്കാം, പക്ഷെ കാശ് നിങ്ങൾ ഉണ്ടാക്കിയ കാശാ, മനുഷ്യന്മാരുണ്ടാക്കിയ കാശാ, പ്രകൃതി ഉണ്ടാക്കിയ കാശല്ല. ഇപ്പൊ എന്താ വയലുകളിൽ ആദ്യം ചാല് കീറിയിട്ട് കുറച്ച് കിഴങ്ങ് വെക്കും, 4 കിഴങ്ങിന്റെ നടുക്കൊരു വാഴ വെക്കും, 4 വാഴയുടെ നടുക്കൊരു കവുങ്ങ് വെക്കും, 4 കവുങ്ങിന്റെ നടുക്കൊരു തെങ്ങ് വെക്കും, 4 തെങ്ങിന്റെ നടുക്കൊരു വീട് വെക്കും. എന്നിട്ട് വീട് നീയാഞ്ഞ് തെങ്ങ് മുറിച്ചു മാറ്റും. എന്നിട്ടോ എല്ലാം ഇന്റർലോക്കാക്ക് സിമെന്റ് ഇടും. നമ്മളെ ആളുകളുടെ ആഗ്രഹം എന്താ പറയുക? മൊത്തം കേരള പറമ്പ് മൊത്തം സിമെന്റ് ഇട്ടെങ്കിൽ പിന്നെ ചളിവരങ്ങണ്ടല്ലോ. എന്നിട്ട് പെയ്യുന്ന വെള്ളത്തെ ഓടി കടലിലേക്ക് വിടും. എന്നിട്ട് ഇതാ ഇപ്പൊ തുടങ്ങി പഞ്ചായത്ത് മെമ്പറിലീട വെള്ളം എടുത്തു വെള്ളം 6 മാസം ചല്ല് പുല്ല് പോലെ പെയ്ത് തന്നിട്ട് ആ വെള്ളത്തെ മുഴുവൻ ഓടിച്ചു വിടും കടലിലേക്ക്. എന്നിട്ട് വേനൽക്കാലത്ത് വെള്ളം എവിടെ പഞ്ചായത്തെ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ട് വെല്ലമിക്കും. ദീപങ്ങളെല്ലാം കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു, ദീപമേ നയിച്ചാലും എന്ന ONV കുറുപ്പിന്റെ വരി ഓർമ്മയുണ്ടോ?
വിളക്കൊക്കെ ഊതിക്കെടുത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും വെളിച്ചം വെളിച്ചം വെളിക്കുന്ന മർത്യന്റെ നാദം. അയ്യപ്പ പണിക്കരുടെ മൃത്യുപൂജ. അപ്പൊ ഈ വയലെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമല്ല, ഇത് തലമുറകളായിട്ടുണ്ടായതാ. അവര് നട്ടപ്പോഴാണ് ഒരു പ്രശ്നം മുളക്കുവോ, മുളച്ചാലിത് പൂക്കുവോ, പൂത്താലിത് കായ്ക്കുവോ എന്നറിയാൻ ആദ്യമായി താമസാക്കി. ആദ്യമായി ഒരിടത്ത് നിന്നു അവൻ. സ്റ്റേബിലിറ്റി ഉണ്ടായി, സ്ഥിരതയുണ്ടായി, ഒരു സ്ഥാനമുണ്ടായി. ആ സ്ഥാനമാണ് പിന്നീട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും കസാക്കിസ്ഥാനും കുർദിസ്ഥാനും ഹിന്ദുസ്ഥാനും ഒക്കെയായി വളർന്നത്. സ്ഥാനമുണ്ടായപ്പോഴാണ്. ആ സ്ഥാനത്ത് ഒരു സ്ഥലത്ത് ഇരുന്നപ്പോ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂരയുണ്ടാക്കി, ചുള്ളിക്കമ്പുകൾ നിരത്തി ഇലകൾ കൊണ്ട് മേൽക്കൂരയുണ്ടാക്കി. മഴവെള്ളം ഒഴുകിയിട്ട് കിടന്ന ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ കിടന്നിടത്ത് മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കി. ആ തറക്കുള്ളിലേക്ക് മറ്റു പക്ഷിമൃഗാദികൾ കയറി വരാതിരിക്കാൻ പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കി. എന്നിട്ട് അവിടെ അടുത്തിരുന്നപ്പോഴാണ്, അതുവരെ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ പരസ്പരം നോക്കിയിട്ടില്ല, അടുത്തിരുന്നപ്പോഴാ ഉടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായത്. നാണം വന്നപ്പോ ഇലകൾ കൊണ്ട് നാണം മറച്ചു. ഇലകൾ ഉണങ്ങിപ്പോകുന്നു, കീറിപ്പോകുന്നു. കാട്ടുവള്ളികൾ മെടഞ്ഞുണ്ടാക്കിയിട്ട്, പിന്നീട് നൂലുകൾ മെടഞ്ഞുണ്ടാക്കിയിട്ട് ത്രികോണാകൃതിയിൽ ഒരു തുണി ഉണ്ടാക്കി, ഗുഹ്യഭാഗം മാത്രം മറക്കാൻ. അതാണ് ആദ്യത്തെ തുണി, കോണകം. 3 കോണിനകത്തായത് കൊണ്ട് കോണകം ത്രികോണാകൃതിയില. ആ ത്രികോണത്തിന്റെ ഷേപ്പ് മാറ്റാൻ ഇന്ന് നമ്മൾ ആധുനിക കാലഘട്ടത്തെ മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അണ്ടർവെയർ ത്രികോണാകൃതിയില. മനസ്സിലായോ? അന്നത്തെ ത്രികോണ. അങ്ങനെ വസ്ത്രമുണ്ടായി. അട്ടഹാസം പറഞ്ഞിരുന്നവൻ അടുത്തിരുന്നപ്പോ മെല്ലെ പറയാൻ തുടങ്ങി. ഒച്ച നാദമായപ്പോഴാണ് സംഗീതമുണ്ടായത്, കലയുണ്ടായത്. നാദമാണ് സംഗീതം. എന്താ അട്ടഹാസം? ഒച്ച, ബഹളം. ഒച്ച എന്ന് പറഞ്ഞ ബഹളം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ നിന്ന് മാറിയിട്ട് അടുത്ത് മെല്ലെ പറയാൻ തുടങ്ങി. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ എന്ന് പാടി. ഒച്ച കുറച്ചു പാടി, സംഗീതമുണ്ടായി. ഉച്ചസ്ഥായി ശബ്ദം, കാട്ടാളന്റെ ഒച്ചയാ. നിഷാദം. നിഷാദം എന്ന് പറഞ്ഞാൽ എന്താ? സപ്തസ്വരങ്ങളിൽ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. അതെന്നെ കുറവാക്കാൻ നോക്കുന്നതാണോ അല്ലെങ്കിൽ ആസ്വദിച്ചു നോക്കുന്നതാണോ? എന്താന്ന് മനസ്സിലായില്ല. ഓക്കെ. അപ്പോ സപ്തസ്വരങ്ങൾ ഉണ്ടായി. സപ്തസ്വരങ്ങളിൽ ഉച്ചസ്ഥായി ശബ്ദം നിഷാദം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം എന്ന് പറഞ്ഞിട്ട് ഹിസ്ഹൈനസ് അബ്ദുള്ളയിൽ നിഷാദത്തിലേക്ക് ഒരു പോക്കില്ലേ? സംഗീതം എന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. അത് നിഷാദം. ആ കാട്ടാളന്റെ ഒച്ച അതിൽ നിന്നും എല്ലാം പറയാൻ തുടങ്ങിയപ്പോ സംഗീതമുണ്ടായി. ശബ്ദങ്ങളെ മാറ്റി മാറ്റി പറഞ്ഞു. വസ്ത്രം ധരിച്ചു, സംസ്കാരമുണ്ടായി. അപ്പൊ നട്ടത്, മുളച്ചത്, പൂത്തത്, കായ്ച്ചത് പറിച്ചെടുത്ത് പങ്കുവെച്ച് കഴിച്ചു, സ്നേഹമുണ്ടായി. പറിച്ചത് പങ്കുവെച്ച് കഴിച്ചു, സ്നേഹമുണ്ടായി. ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെച്ചു, സമ്പത്തുണ്ടായി. ഉണക്കി സൂക്ഷിച്ചു, അടുത്ത വിത്ത് സൂക്ഷിച്ചു. മനുഷ്യനുണ്ടായി, നാടുണ്ടായി. എങ്ങനെയാ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്? 5-6 ഘടകങ്ങളുണ്ടായി നാട്ടാളനാവാൻ. ഒന്ന്, ചിന്ത. എന്താണ്? ഗുരുവിന്റെ അകത്ത് മരമുണ്ടെന്നുള്ള ചിന്ത. നിങ്ങൾ നാട്ടാളനാവാൻ ഇത്രയും ഘടകങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുക. ചിന്തയുണ്ടോ? ചിന്ത വളരാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വീട്ടിൽ പത്രം വായിക്കുകയോ പുസ്തകം വായിക്കുകയോ കവിത ചൊല്ലുകയോ ലോകകാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയോ ചെയ്യാതെ തിന്നാ കിടന്നുറങ്ങുക മാത്രമാണെങ്കിൽ നിങ്ങൾ മനുഷ്യരെ കൂട്ടത്തിൽ കൊടുത്താൻ പറ്റില്ല. ചിന്തയാ വളർത്തേണ്ടത്. ചിന്തന്റെ വള്ളി എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ടിട്ട് വളർത്തിയിട്ട് ഒരു കാര്യമുണ്ടോ? ചിന്താന്ന് എഴുതിയതിന്റെ വള്ളി എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിടുക, അത് വളർന്നിട്ട് കാര്യമുണ്ടോ? പണ്ടല്ല നമ്മുടെ നാട്ടിലെല്ലാം ബസ്സിന് 2 സീറ്റ് ഇടത്ത് ഭാഗത്തും 2 സീറ്റ് വലത്ത് ഭാഗത്തുക. ആ 2 സീറ്റുമേലും മിക്ക സീറ്റുമേലും 3 ആൾ ഇരുന്നിട്ടാ പോവാ. ഒറ്റ ചന്തി ഉണ്ടി കയറ്റിട്ട് പോകും. കാരണം അന്ന് അത്രയും ആൾക്ക് വീതിയുള്ളൂ. ഇന്ന് ഇടത്ത് ഭാഗത്ത് 2 സീറ്റും വലത്ത് ഭാഗത്ത് 3 സീറ്റും ഉറങ്ങിപ്പോയിട്ടുണ്ട്. വീഴാണ്ടിക്കാൻ ഒരു പിടിയുണ്ടാവും അല്ലേ? ആടെ എന്നെ പോലെ വാതുപോലെ കീരാൻ പറ്റിയ 2 ആൾ ഇരുന്നിട്ടുണ്ട്. 3-ാമത്തെ ആൾ ഇരിക്കണമെങ്കിൽ
റേഡിയോയിൽ ബാറ്ററിയുടെ പോലെ ഉന്തിക്കേറ്റണ്ടേ? കാരണം ചിന്ത തളർന്നെങ്കിലും ചന്തി വീതിയായിട്ടുണ്ട്. അത് വളർത്തിയിട്ട് കാര്യമുണ്ടോ? മനുഷ്യനാവോ? ചിന്തയാണ് വളരേണ്ടത്. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ആ ആശയവിനിമയത്തിന്റെ വിസ്ഫോടനാത്മകമായ വികാസമാണ് മനുഷ്യന്റെ വികാസം. ആശയത്തിലൂടെ മനുഷ്യന്റെ മനസ്സ് വികസിപ്പിക്കാം. നിങ്ങള് കോഴിക്കോട് കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടോ? കോഴിക്കോട് ബീച്ചാക്കുവാൻ വേണ്ടി പെരുമണ്ണെന്ന് ഇടുന്ന് പോയിട്ട് ആദ്യത്തെ സ്റ്റോപ്പ് ഏതാ? അതിന്റെ അടുത്ത സ്റ്റോപ്പ് ഏതാ? അങ്ങനെ നോക്കി രാമനാട്ടുകാരെ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ തെറ്റിയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലൂടെ പോയിട്ട് മേൽപ്പാലവും കടന്നിട്ട് മാർക്കറ്റിന്റെ നടുക്കൂട്ട കോഴിക്കോട് ബീച്ച് പോന്നു. അവിടെ കല്ലുകൊണ്ട് മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ഈ കുഞ്ഞി തലേനുള്ളിൽ കോഴിക്കോടും കടൽ വരെ കൊണ്ടില്ലേ? നിങ്ങളെല്ലാവരും ഇപ്പൊ കോഴിക്കോട് കടൽ വരെ ഈ തലേനുള്ളിൽ കൊണ്ടില്ലേ? എന്താ, ഞാൻ നിങ്ങളെ ആരും കൊണ്ടുപോയില്ല. മനസ്സുകൊണ്ട് കോഴിക്കോട് വരെ വളർന്നു നിങ്ങളുടെ മനസ്സ്. കോഴിക്കോട് പോയി തിരിച്ചിങ്ങളിവിടെ എത്തിയില്ലേ? ഇത്ര വേഗത്തിൽ വിമാനത്തിൽ പോയിട്ട് വരാനാവോ? ആ മനസ്സ് വികസിക്കുന്നത് ഞാൻ പറഞ്ഞ വാക്കുകളിലൂടെയാണ്. ആശയം, വാക്കുകളുണ്ടായി, സംഭാഷണങ്ങളുണ്ടായി. ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. ശബ്ദത്തിൽ ഓരോന്നിനും ഓരോ ചിത്രങ്ങളും ഓരോ ശബ്ദങ്ങളുണ്ടായി. ആ ശബ്ദങ്ങൾ പിന്നീട് ശബ്ദങ്ങൾ മരിച്ചു വീഴുന്നത് കൊണ്ട് ചിത്രങ്ങളുണ്ടായി. ഞാനിപ്പോ പറഞ്ഞല്ല, അപ്പൊ തന്നെ മരിച്ചു വീഴല്ലേ. പിന്നീട് അത് നിലനിൽക്കണമെങ്കിൽ അക്ഷരങ്ങൾ വേണ്ടേ? അപ്പൊ ആ കാട്ടാളൻ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തത്. ആ തൂവൽ എന്തിനാവോ ഏതിനാവോ എന്ന് മലയാളമൊന്നും ഇല്ല, പക്ഷെ അവന്റെ മനസ്സിൽ ആശയമുണ്ട്. ആശയമാണ് ആദ്യം ഉണ്ടായത്, പിന്നെ വാക്കുണ്ടായത്. പ്രസവം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് പ്രസവിക്കലില്ലേ? വേദന എന്നുള്ള വാക്കുണ്ടാകുന്നതിന് മുമ്പ് വേദനയില്ലേ? ആദ്യം വേദനയുണ്ടായി, പിന്നെ വേദന എന്നുള്ള വാക്കുണ്ടായത്. അപ്പൊ ഇവൻ ചോദിച്ചു. അപ്പൊ പക്ഷി പറഞ്ഞു, നിനക്ക് നിന്റെ ആശയങ്ങൾ എല്ലാ കാലത്തേക്കും എല്ലാ ദേശത്തേക്കും എത്തിക്കുവാനുള്ള എഴുതാനുള്ള തൂലികയാണ് ഞാൻ തന്നത്. ആ തൂലിക മഷിയിൽ മുക്കി എഴുത്. അപ്പൊ മഷി എവിടെ? കദളിച്ചെടി കാറ്റത്തിങ്ങനെ ഇലയിങ്ങനെ ആടുന്ന കണ്ടപ്പോ കാട്ടാള വിചാരിച്ച് എന്നെ വിളിച്ചാണ് അടുത്തി എന്നേരം കദളിച്ചെടി ഇവനോട് പറയാനായി തോന്നുക. എന്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ മുക്കി എഴുതിക്കോ. മഷി കിട്ടി. എഴുതാൻ കടലാസ് വേണ്ടേ? പൂതണക്ക് എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിന്റെ പ്രത്യേകത കിഴങ്ങിന്റെ തൊലി പൊളിക്കും പോലെ പലകെട്ടി പൊളിച്ചെടുക്കാം. പൂതണക്ക് പറഞ്ഞു, എന്റെ തൊലി പൊളിച്ചിട്ട് അത് ഉണക്കിയിട്ട് എഴുതിക്കോ. അതിലാണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം നാടകം എഴുതിയത്. പൂതണക്കിന്റെ തൊലിയില. സംസ്കൃതത്തിൽ അതിന് പറയാ ഊർജപത്രം എന്നാണ്, ഊർജവൃക്ഷം എന്നാണ് പൂതണക്കിന്റെ സംസ്കൃതം. അപ്പൊ ഊർജപത്രം കടലാസ് കിട്ടി, കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്ത മഷി കിട്ടി, പക്ഷി കൊടുത്ത തൂവലാകുന്ന തൂലിക കിട്ടി. അടുത്ത ചോദ്യം, എന്താ എഴുതണ്ടേ? ഇതാണ് ONV കുറുപ്പിന്റെ മനോഹരമായ കവിത. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടി അതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ, നീ എടുത്തുകൊള്ളുക. പറയൂ, ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വെക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വെക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. അങ്ങനെ അക്ഷരങ്ങളുണ്ടായി. ആശയവിനിമയം, ചിന്ത, ആശയവിനിമയം. മൂന്നാമത്തത് അധ്വാനം. മണ്ണ് കിളച്ച് പണിയെടുത്തു. അധ്വാനമാണ് ഈ ലോകത്തെ മാറ്റിയത്. താജ്മഹൽ ഉണ്ടാക്കിയതാര്? ഏത് PSC ചോദ്യത്തിനും ഉത്തരം ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യയായ മുംതാസിനോടുള്ള പ്രണയകുടീരമായിട്ടുണ്ടാക്കിയതാണെന്നേ മറുപടിയുള്ളൂ. പക്ഷേ 27 വർഷം കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. ആ 27 വർഷത്തിനിടയിൽ ഈ ഷാജഹാൻ ചക്രവർത്തി ഒരു മാർബിളിന്റെ കഷ്ണം ഇപ്പുറത്തുനിന്നെടുത്ത് അപ്പുറം കൊടുത്ത ബന്ധമുണ്ടാ? ഇല്ല. 19,000 തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട് താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ, അപകടത്തിലും പകർച്ചവ്യാധിയിലും. അവരുടെ അധ്വാനത്തിന്റെ മൂല്യമാണ് താജ്മഹൽ. കേരളത്തിൽ ലോകത്തിൽ ഏറ്റവും പൈസക്കാരനായ ദൈവം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമിയാണ്. അദ്ദേഹത്തിന്റെ ഈ നിലവറയിൽ ഏതാണ്ട് 5 ലക്ഷം കോടി രൂപയുടെ പവിഴവും രത്നവും ഗോമേതവും വൈഡൂര്യവും സ്വർണവും സൂക്ഷിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സ്വർണം ദൈവം പോയിട്ട് എടുത്തുകൊണ്ടുവന്നാണോ?
ഏതെങ്കിലും സ്വർണം രാജാവ് ഉണ്ടാക്കിയതാണോ? കടലിന്റെ ആഴങ്ങളിലേക്ക് കൂടിയിട്ട മത്സ്യത്തൊഴിലാളികൾ പവിഴപ്പുറ്റുകൾ അടർത്തിക്കൊണ്ടുവന്ന പവിഴമാണ്. പാറക്കെട്ടുകൾ അടിച്ചു പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് തൊഴിലാളികൾ ഉണ്ടാക്കിയ രത്നമാണ്. അല്ലാതെ ഒരു രാജാവും പോയിട്ടുണ്ടാക്കിയതല്ല. പണിയെടുക്കുമ്പോഴാണ് ഈ ലോകം വളരുന്നത്. അധ്വാനിച്ച് ജീവിക്കുന്നവനാണ് മനുഷ്യൻ. പക്ഷിമൃഗാദികൾ ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. നമ്മൾ മനുഷ്യരായത് നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കിയുണ്ടുമ്പോഴാണ്. നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ വിദഗ്ധന്മാരായ കുട്ടികളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോയിരുന്നിട്ട് www.com MD നടിച്ച മസാല ദോശ ഡൗൺലോഡ് ആവുക, NR നടിച്ച നെയ്റോസ്റ്റ് കിട്ടുക? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ മനുഷ്യന്മാരാരെങ്കിലും മണ്ണ് കുമ്പിടണ്ടേ? പണിയെടുക്കണ്ടേ? ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്റെ തൊണ്ടയിൽ ഒച്ച എത്രയാൾ പണിയെടുത്തിട്ട? കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ ഉദിച്ച സൂര്യന്റെ പ്രകാശോർജമാണിപ്പോ എന്റെ തൊണ്ടയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം. കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോസിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജമുണ്ടാക്കി, നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ പുന്നാരം പറയുന്നത് കണ്ടിട്ട് നാടകത്തിൽ പാട്ടുണ്ടായി. വരുനെല്ലിൻ ചുണ്ടീരെ തിരുകീരെ പുന്നാരം പകരുവാനോടിവാ കാറ്റീവാ, വെള്ളാരം കുന്നീലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റീവാ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം ഇവിടെ കളിച്ചു എന്ന് ഇവിടെ റിപ്പോർട്ടിൽ പറയുന്ന ഞാൻ കേട്ടു. പാട്ടുപാടി വിളഞ്ഞ കതിരുകൾ അവിടുത്തെ കർഷകർ കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ല് കൊണ്ടേയി കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ് കയറ്റിയ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം, തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് കൂത്തുപറമ്പെന്ന് കൊട്ടിയൂര് പോകുന്ന വഴിക്ക് കണ്ണൂരിന്ന് 40 കിലോമീറ്റർ അപ്പുറത്തുള്ള ചിറ്റാരിപ്പറമ്പിലെ ബാസ്വാട്ടിന്റെ റേഷൻ പീടികയിലെ അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടിട്ട് വീട്ടിൽ നിന്ന് വെച്ച് ഒരു 2 പിടി ചോറ് ഞാൻ ഇന്ന് 12:15 തിന്ന ചോറിന്റെ ഊർജം കൊണ്ടാ എന്റെ തൊണ്ടയിൽ ഒച്ചങ്ങൾ കേൾക്കുന്നത്. ഇതെല്ലാം എത്രയാള് പണിയെടുത്തതാ. കുറെ ആളുകൾക്ക് കോളേജിലും +2 പഠിക്കുമ്പോഴേക്ക് കുറെ പിള്ളേരെ വിചാരം ഇതെല്ലാം എന്റെ സ്വന്തം. ഒന്നിച്ചുള്ള എത്ര ഭീകരമായ കാഴ്ചയാണ് ഇന്നലെ മാനന്തവാടി വെറ്റിനറി കോളേജിൽ ഒരു കുട്ടിയെ സഹപാഠി അടിച്ച് ആത്മഹത്യയിൽ അപമാനിച്ചിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. എന്തിനാ ഈ കുട്ടികളെ A+ നേടുന്നത്? സ്കൂള് കൂട്ടാൻ നോക്കുമ്പോൾ +2ന്റെ കുട്ടികൾ തമ്മിൽ +1കാരും +2കാരും കൂട്ടയടി. എടാ, അടിക്കാനാണ് കടുവയായിട്ടോ പട്ടിയായിട്ടോ ജനിച്ച പോലെ അക്ഷരം പഠിക്കുന്ന സംസ്കാരമുള്ള മനുഷ്യനാവുക. എന്നിട്ട് സ്കൂളിൽ നിന്ന് പിരിയുന്ന ദിവസം, സെന്റ് ഓഫ് ആയ ദിവസം +2കാർ SLCക്കാരെ അടിക്കുക, +1കാർ +2കാരെ അടിക്കുക, തമ്മിൽ കൊമേഴ്സുകാര് ഹ്യൂമാനിറ്റീസുകാരെ അടിക്കുക, എന്നിട്ട് അടിക്കുക. എന്തിനായാലും A+ ആകുമല്ലോ. നമ്മളെല്ലാം കാലത്ത് എത്രയാ മാർക്ക്? നമ്മളെ 10 ബുദ്ധിയില്ലേ കുഞ്ഞുമക്കൾക്ക്? എന്തൊരു ബുദ്ധിയാ! എത്രയാ പഠിക്കുന്നു? പക്ഷെ ആ പഠിച്ചതെല്ലാം ഇവിടെ പോകുന്നു. സംസ്കാരമായി മാറുന്നില്ലെങ്കിൽ ഈ പഠിച്ചത് വെറുതെയല്ലേ. അതുകൊണ്ട് മണ്ണിനോട്, അധ്വാനത്തോട് ബന്ധമില്ലാത്ത തലമുറ വളർന്നു വരും. പണ്ടല്ല നമ്മൾ ഇന്ന് തിന്നുന്നത്. പണ്ടത്തെ തലമുറ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ കുറെ ആള്, അവരാപത്തു കാലത്ത് ദൈവത്ത് വെച്ചുകൊണ്ടാ നമ്മൾ ഇന്ന് സമ്പത്ത് കാലത്ത് കാവത്ത് തിന്നുന്നത്. എന്നാൽ ഇന്ന് സമ്പത്ത് കാലത്തിൽ ഒരുത്തനും ദൈവത്ത് വെച്ചില്ലെങ്കിൽ വരും തലമുറ, ഈ കുഞ്ഞുമക്കളുടെ മക്കളല്ല, ആപത്ത് കാലത്ത് പട്ടിണി കിടന്ന് മരിക്കും. നോക്കിക്കോ, പട്ടിണി കിടന്ന് മരിക്കും. കൃഷിയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അധ്വാനം വേണം, പണിയെടുക്കണം. അപ്പൊ ചിന്ത, ആശയവിനിമയം, അധ്വാനം. 2 അടുത്ത സംസ്കാരം. എന്താ? ശബ്ദത്തെ സംസ്കരിക്കുന്നതാണ് വർത്തമാനം. അട്ടഹാസമല്ല. നമ്മുടെ കുട്ടികള് ശബ്ദത്തെ സംസ്കരിക്കാൻ അറിയാത്ത രക്ഷിതാക്കളാ കുട്ടികളെ വഷളാക്കുന്നത്. രാവിലെ തന്നെ അവർ ഒച്ചയെടുക്കും, അതറിയില്ല. മൂരീനെ തെളിക്കും പോലെയാ. അടുപ്പത്തൊന്നും ആയിട്ടില്ല, സ്കൂൾ ബസ് വരേണ്ട സമയമായി, ചെക്കനാണ് കിടന്നത്തെ എണീറ്റിട്ടില്ല, മൂരീനെ തെളിക്കും പോലെ ഒച്ചയാണ്. രാവിലെ തന്നെ ഇവൻ രാക്ഷസീയതയെ ഉണർത്തുന്നത്. നല്ല ശബ്ദത്തിൽ മോനെ
മോളെ എന്നൊന്ന് തൊട്ട് വിളിച്ചൂടെ? ഇല്ല. കുട്ടികളെ മുഴുവൻ ഇങ്ങനെ നെഗറ്റീവാ. ഇപ്പൊ ഇതാ മിക്ക വീട്ടിലും ബോംബിടലാ രക്ഷിതാക്കളെ പണി. അവരാ രാവിലെ എണീറ്റ് പരീക്ഷയല്ലേ, ഒറ്റ ബോംബ്. പരീക്ഷയല്ലേ എന്ന് പറഞ്ഞാൽ ഇവൻ കുട്ടിക്ക് സന്തോഷ. രാവിലെ ഒക്കളിയുമ്പോൾ തന്നെ ടെൻഷനാണ്. എന്തിനാ നിങ്ങൾ ഈ പരീക്ഷ 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 എന്ന് പറഞ്ഞുകൊടുക്കുന്നു? കുട്ടികൾ പഠിക്കാൻ അവർക്കറിയാം. അവരെ വഴിക്ക് വിട്ടേക്ക്. അവരവരുടെ മോഡലിൽ പഠിക്കും. നിങ്ങളെ കുത്തല് കൊണ്ട് കുട്ടിക്ക് തോന്നും പഠിക്കൂല. പഠിക്കടാന്ന് പറയുമ്പോൾ കുട്ടീന്റെ മനസ്സിൽ പഠിക്കൂലടാന്ന. പക്ഷെ പറയാത്ത എന്താണെന്നറിയോ? തിന്നാൻ വേറെ ചോറ് കിട്ടാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവർ പറയാത്തത്. മനസ്സിലായോ? നെഗറ്റീവായിട്ട് പറയല്ല. അപ്പോ ശബ്ദം ക്രമീകരിക്കുന്നതാണ് സംഗീതം. ശരീരത്തെ ക്രമീകരിക്കുന്നതാണ് വസ്ത്രം. ബന്ധങ്ങളെ ക്രമീകരിക്കുന്നതാണ് സ്നേഹം. അതാണ് സംസ്കാരം. വേണ്ടത് എടുക്കുക, വേണ്ടാത്ത ഒഴിവാക്കുക. അതാ സംസ്കാരം. കരിമ്പ് സംസ്കാരം കണ്ടിട്ടില്ലേ? റോഡ് സൈഡിൽ കരിമ്പിന്റെ ചണ്ടി ഒഴിവാക്കുക, നീര് മാത്രം എടുക്കുക. അതാ കരിമ്പ് സംസ്കാരം. ശവസംസ്കാരം എന്താ? മരിച്ചു കഴിഞ്ഞാൽ അയാളെ ബോഡി വേണ്ട, ഒഴിവാക്കുക. പക്ഷെ അയാളെ ബാങ്ക് ഡിപ്പോസിറ്റിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് കുയിലിടുവോ? വേണ്ടെങ്കിൽ എടുക്കൂ, ഒസ്യത്തെടുക്കൂ, രേഖയെടുക്കൂ. അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾ, അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾ, സോഫ്റ്റ്വെയർ എടുക്കൂ, ഹാർഡ്വെയർ ഒഴിവാക്കൂ. അതാണ് ശവസംസ്കാരം. പിടികിട്ടിയോ? സംസ്കാരം. നാലാമത്തത് സംസ്കാരം. അഞ്ചാമത്തത് പങ്കുവെക്കൽ. പങ്കുവെക്കൽ. സഹ അവവധു. ഭാരതത്തിൽ ദൈവവും മതവും ഹിന്ദു മതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മന്ത്രമുണ്ട്. ഓം സഹനാവവധു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹി തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹി. ഈ മന്ത്രം എന്താന്ന് ആർക്കും അറിയില്ല. ഓം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചിന്മയ കോളേജിൽ ഒരു വേദാന്ത കൺവെൻഷൻ. ഇപ്പോഴത്തെ അടുത്ത സ്വാമി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഭഗവത്ഗീതയും ഉപനിഷത്തുകളും എന്നൊരു പ്രബന്ധമുണ്ട്, നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു റെഡി. ഞാൻ പോയിട്ട് ഓങ്കാരത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ ഒരു ചെക്കൻ എണീറ്റ് ഇതിട്ട് പറഞ്ഞു, ഓങ്കാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ്. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി. ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി. ഓംകാരം എന്നതിന്റെ അർത്ഥം ഒരു മതവുമായിട്ട് ബന്ധമില്ലാത്ത പ്രകൃതിയുടെ 3 നിയമങ്ങളാണെന്ന് അറിയണം. ആ ഉ അം എന്ന 3 ശബ്ദ പ്രതീകങ്ങളിലൂടെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാകുന്നു. എല്ലാവർക്കും ബാധകല്ലേ? അത് കൂട്ടി വായിക്കുമ്പോ ആ ഉ അം ഓം. പ്രകൃതിയുടെ 3 നിയമത്തിന് വിധേയമായി സഹ അവവധു. അതാ ഇവിടെ നടക്കുന്നത്. ഇത്രയും ആളുകൾ ഒത്തിച്ചിരിക്കുന്ന എന്താ? ഇങ്ങനെ ഇരിക്കുന്നത് ബിരിയാണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. ഒരുമിച്ചിരുന്ന് ചിന്തിക്കാനാണ്. അപ്പോഴാ മനുഷ്യരാവുന്നത്. ഒരുമിച്ചിരുന്ന് ചിന്തിക്കാൻ തയ്യാറാവുമ്പോൾ നമ്മൾ സഹ അവവധു. നിങ്ങളുടെ കുടുംബത്തിൽ അതുണ്ടോ? ഒരുമിച്ചിരുന്ന് ചിന്തിക്കാറുണ്ടോ? വീടുകളിൽ ജനാധിപത്യമില്ല. ഇപ്പോ എല്ലാരും ബെഡ്റൂമിലേക്ക് പോയി. നമ്മുടെ സംസ്കാരം അതാ വരാന്തയിലാണ് വളർന്നത്. വരാന്തകളിൽ ആരും ഇരിക്കുന്നില്ല. നമ്മളെല്ലാം ഞാൻ വണ്ടിയും കൊണ്ട് പോകുന്നതാ. ഇവിടുന്ന് വഴിതെറ്റി പോയാൽ വഴി ചോദിക്കാൻ ഒരൊറ്റ മനുഷ്യനറിയത്തുണ്ടാവില്ല. അഥവാ വണ്ടി സൈഡാക്കിയിട്ട് ആ വീട്ടിൽ പോയി ചോദിക്കണമെങ്കിൽ സെൻട്രൽ ജയിലിൽ പോയിട്ട് ഒരാളെ അവിടെ ചെന്നപ്പോ കരണ്ട് പോയി. ഭയങ്കര ചൂട്. ജനലിന്റെ കുറ്റി തുറന്നിടാൻ പറ്റിയതൊന്നും കുറ്റി കൂട്ടിപ്പറ്റി. ഏത് വാർണിഷിനോട് ഞാൻ ചോദിച്ചു, മോനെ നീ കഴിഞ്ഞ കൊല്ലം വീട്ടിൽ കൂടുതൽ പെയിന്റ് അടിക്കാൻ വേണ്ടി അന്ന് തുറന്ന് ഇട്ട കുറ്റിയാ, പിന്നെ ഇതുവരെ തുറന്നിട്ടല്ലേ? ഇല്ല. ഞാൻ പറഞ്ഞു തുറക്കുന്നില്ല, പിന്നെ നീ എന്തിനാണോ പൈസയും ചെലവാക്കി ജനല് പിടിപ്പിച്ചിന്? ആടെ കല്ല് വെച്ച് മുട്ടിച്ചാ പോരെ? ജനലും വാതിലും ഉണ്ടാക്കിയത് അടച്ചിടാനാണെന്ന മൂഢധാരണയിലാണ് കേരളത്തിലെ മഹാപൊട്ടന്മാരുണ്ട്. ജനലും വാതിലും അടക്കാനാണ്. ജനലും വാതിലും അടക്കാനല്ല, തുറക്കാനാണ്. തുറന്നിട്ട് ഓക്സിജനെ സ്വീകരിക്കാനാ വീട്ടിന്റെ അകത്തേക്ക്. രാവിലെ എണീറ്റാൽ മുന്നിലത്തെ വാതിൽ തുറന്നിട്ട് ഓക്സിജനെ വീട്ടിലേക്ക് സ്വീകരിക്കുക വേണ്ട, അല്ലാതെ സ്പ്രേ അടിച്ചിട്ട് ഫ്രഷ് അടിക്കുകയല്ല വേണ്ടത്. എന്നിട്ട് വെളിച്ചത്തിലേക്ക് ഇറങ്ങണ്ടേ, വരാന്തയിൽ ഇറങ്ങണ്ടേ, അവിടുത്തെ പൂക്കളെ നോക്കി, പൂമ്പാറ്റകളെ നോക്കി, സൂര്യപ്രകാശത്തെ നോക്കി അല്പനേരം ചെലവഴിക്കണ്ടേ? ഇത് നമ്മുടെ പെണ്ണുങ്ങളെ പണിയെന്താ? രാവിലെ എണീറ്റ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയവര്. ഇസ്രായേലിലെ പട്ടാളക്കാര് രാവിലെ ഉറക്കഴിഞ്ഞാൽ ഗാസയിലേക്ക് 3 മിസൈൽ തീ കൊടുക്കും. എന്നിട്ട് അവര് പല്ലിയെത്തും. നമ്മളെ പെണ്ണുങ്ങൾ രാവിലെ എണീറ്റ് ടിക്ക് 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 3 അടുപ്പും എത്തിച്ചു. തിന്നലുണ്ടാക്കലല്ല, മനസ്സ് വളർത്തും. അതാണ് പങ്കുവെക്ക്. വരാന്തയിലിരുന്നിട്ട് ചർച്ച നടത്തൂ. അച്ഛനും അമ്മയും മക്കളും എല്ലാം വട്ടത്തിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും ഞാൻ വർത്താനം പറഞ്ഞൂടെ? ഇത് ഇടത്തെ കൈ കൊണ്ട് മൊബൈലും പിടിച്ചിട്ടാ വലത്തെ കൈ കൊണ്ട് തിന്നു. അല്ല, ടി വി തുറന്നിട്ടാ തിന്നുക. ടി വി തുറന്നാൽ ഒറ്റൊരു പണിയെ നടക്കൂ. ഉണ്ടാത് തിന്നല് മാത്രം. റേഡിയോ വാങ്ങി നോക്കട്ടെ. 1000 ഉറുപ്പിയുള്ളൂ റേഡിയോയിൽ. അത് വാങ്ങാൻ പൈസയില്ല. എന്ത് പണിയും നടത്താം അത് കേട്ടോണ്ട്. എന്തെല്ലാം നല്ല പരിപാടിയുണ്ട്.
പക്ഷെ അത് വാങ്ങില്ല. 50,000 TV വാങ്ങും. ടിവിന്റെ മുമ്പിൽ തുന്നലെ നടക്കും. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. അല്ലെ, വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടല്ലേ. രാത്രി ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോ പെട്ടെന്ന് കരണ്ട് പോയി, ആരെങ്കിലും വായ കാണാച്ചി ചോറ് വായി ചെവി കൊണ്ടാച്ചത് അതങ്ങ് നടക്കും. അതിങ്ങനെ ടി വി നോക്കി തിന്നുകൊണ്ട് അതിലിടക്ക് കൂറ പോവും. കൂറ വീണാ മുളകാന്ന് വെച്ച് അതും ചാരിച്ചു കൂട്ടുകയും ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പം വട്ടത്തിലിരിക്കെ, വരാന്തയിൽ വട്ടത്തിലിരിക്കെ, ലോകകാര്യങ്ങളെ പറ്റി ചിന്തിക്ക്, ഒരു കവിത ചൊല്ല്, ഒരു പാട്ടുപാട്. പാട്ടില്ലെങ്കിൽ നമുക്ക് ദൈവം ഉണ്ടാവുമോ? ഇപ്പൊ പാട്ട് വേണ്ട, ദൈവം മതി. ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ടെന്ന കാവ്യമുണ്ടായതിനു ശേഷമാണ് നമുക്ക് രാമൻ എന്ന ദൈവത്തെ കേരളത്തിൽ അറിഞ്ഞത്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയുണ്ടായതിനു ശേഷമാണ് കൃഷ്ണൻ എന്ന ദൈവത്തെ അറിഞ്ഞത്. ഭക്തിയുടെ ആധ്യാത്മിക ദർശനങ്ങൾ അറിഞ്ഞത് കിളിപ്പാട്ട് കേട്ടിട്ടാണ്, എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് കേട്ടിട്ടാണ്. മന്ത്രങ്ങളും പാട്ടും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ദൈവം ഉണ്ടാവും. ചിത്രങ്ങളില്ലെങ്കിൽ ദൈവം ഉണ്ടാവും. ചിത്രങ്ങളില്ലെങ്കിൽ ഈ കൃഷ്ണന്റെയും രാമന്റെയും വിഷ്ണുവിന്റെ എല്ലാം രൂപ അവര് സെൽഫി എടുത്തയച്ചെന്ന് ആണോ? കലാകാരന്മാർ വരച്ചതല്ലേ, ശില്പികൾ കൊത്തി തയ്യാറാക്കിയല്ലേ. ഞാൻ ഭഗവാൻ കാലുമാറുന്ന ഒരു നാടകം എന്റെ നാട്ടിൽ കളിപ്പിച്ചു. ഭയങ്കര വിവാദമായ നാടകം, KPSCന്റെ നാടകം. ആ നാടകം ദൈവത്തെ ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരായിട്ടുള്ള നാടകം. ആ നാടകം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഒരു അവതരണ ഗാനം. ആ അവതരണ ഗാനം കേട്ടിട്ട് നമ്മളെല്ലാം മൂക്കിന് വെള്ളം വെച്ചു. പൂത്താലം പൂജിച്ചു, പൂത്താലം പൂജിച്ചു, പൂജയ്ക്കായി വന്നവർ ഞങ്ങൾ എന്നായിരുന്നു ആദ്യം. എന്താ ഇത്? KPSCയുടെ പാട്ടാ. അടുത്ത വരി കേട്ടോ. ദൈവത്തിനല്ല ആ ദൈവത്തിനെ തീർത്ത കൈവേലക്കാരന്റെ മുന്നിൽ, ദൈവത്തിനെ ഉണ്ടാക്കിയ കൈവേലക്കാരന്റെ മുന്നിൽ പൂജയ്ക്കായി വന്നവർ ഞങ്ങൾ. സർഗാത്മകതയാണ് മനുഷ്യനെ മനുഷ്യനിലേക്ക് നയിച്ചത്. കലയില്ലെങ്കിൽ എത്ര മനോഹരമാണ് കലയൊലി എന്ന പേര് ഇതിന് കൊടുത്തിരിക്കുന്നു. സർഗാത്മകതയില്ലെങ്കിൽ ഒരു കവിതയും പാട്ടും ഒന്നും ഇല്ലാത്ത വീടാണെങ്കിൽ എന്ത് വീടാണ് നിങ്ങളുടെ വീട്? ഇതുപോലെ മൈതാനത്ത് ഒത്തുചേർന്നിട്ട് ഗ്രാമങ്ങളിലാണ് നാടകങ്ങൾ. എന്റെ നാട്ടിലൊക്കെ എത്രയാ വെള്ളേരി നാടകങ്ങൾ. വെള്ളേരി കണ്ടത്തില് വെള്ളേരിക്ക പറിച്ചാൽ പുതുമഴ പെയ്യുന്നവരെ വിത്തിടാൻ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ മേലത്തെ കണ്ടത്തിൽ സ്റ്റേജ്, ആ സ്റ്റേജ് 4 വീട്ടിൽ നിന്ന് പുറപ്പെടുത്തു കൊണ്ടുവന്നിട്ട് ആ കർട്ടൻ ഉണ്ടാക്കുക. അതിന് പെട്രോമാക്സിന്റെ ലൈറ്റും വെച്ച് താഴത്തെ കണ്ടത്തിൽ ഓഡിയൻസ് ഇരിക്കും. അതാ ആടെ ബായി തോന്നിയ നാടകം അവതരിപ്പിക്കും. അതാ വെള്ളേരി നാടകം. ആ നാടകങ്ങൾ എത്ര രസകരമായ നാടകങ്ങൾ. എന്റെ അപ്പൂപ്പൻ ആ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളായിരുന്നു. അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട് ഒരു കഥ. ഒരു നാടകത്തിന്റെ പുസ്തകം കിട്ടി. അന്ന് പുസ്തകം കിട്ടുന്ന വലിയ അപൂർവ. ഇന്ന് പുസ്തകങ്ങൾ തല്ലുപുല്ലു പോലെയുണ്ട്, വായിക്കാനാളില്ല അന്ന്. അന്ന് പുസ്തകം വളരെ അപൂർവമായിട്ട് ഒരു പുരാണ നാടകത്തിന്റെ പുസ്തകം കിട്ടി. പക്ഷേ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആളെ തപ്പോഴാണ് ഒറ്റ നടിയും അഭിനയിക്കാൻ തയ്യാറില്ല. എന്താണെന്നറിയോ? പാണ്ഡവന്മാരും കൗരവന്മാരും ചൂട് കളിച്ചിട്ട് പാണ്ഡവന്മാരും തോറ്റുപോവുകയും പാഞ്ചാലി പണയവസ്തുവാവുകയും പാഞ്ചാലിയെ ദുശാസനൻ വസ്ത്രാക്ഷേപം നടത്തി ചേല അയക്കുന്ന രംഗം കൊണ്ടുകൊണ്ട് സെയിം വന്ന് സാരി അയക്കും എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പൊണ്ണും അഭിനയിക്കാൻ തയ്യാറാവുന്നില്ല. നാടകമോഹം പൊലിയെന്ന് വന്നപ്പോ ചാന്തുപൊട്ട് സിനിമയിലെ ദിലീപിനെ പോലത്തെ എടുത്തം പറഞ്ഞു, പെണ്ണുങ്ങളെ പോലത്തെ എടുത്തനുണ്ട്. ഓൻ പറഞ്ഞു, ഞാൻ മീശ മരിച്ചിട്ട് പെണ്ണിന്റെ വേഷം കേട്ടാ, പക്ഷെ ഞാനാണ് പെണ്ണായിട്ട് അഭിനയിക്കുന്നതെന്ന് ആരും അറിയരുത്, നമ്മളെ അറിയാവൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടാ. അങ്ങനെ വളരെ രഹസ്യമായ റിഹേഴ്സൽ നടത്തി അങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരു പ്രശ്നം വന്നത്, ഈ പാഞ്ചാലിന്റെ ചേല ദുശാസനെ അയച്ചിട്ട് തീരാണ്ട് കുന്നുപോലെ കൂട്ടിയിട്ടിട്ട് തളർന്ന് വീഴാണ് എന്റെ അംഗത്ത്. ഇതെങ്ങനെ ചേല നീളം കൂട്ടും? കൃഷ്ണനുണ്ടാ. അവസാനം സംവിധായകൻ ശശിമാഷ് ഒരു സൂത്രം കണ്ടെത്തി ഒരേ നിറമുള്ള 8 സാരി സംഘടിപ്പിച്ചു. എന്നിട്ട് 8 സാരി തുന്നിക്കൂട്ടിയിട്ട് പാഞ്ചാലിയെ കെട്ടുന്നവനോട് പറഞ്ഞു, നീ 8 എണ്ണം ചുറ്റുക. ദുശാസനായിട്ട് അഭിനയിക്കുന്നവനോട് പറഞ്ഞു 7 എണ്ണം കഴിച്ചാൽ തളർന്ന് വീണോടുക. ഓക്കെ, റെഡി. റിഹേഴ്സൽ എല്ലാം ഗംഭീരായി. നാടകമായ ദിവസം പുരാണ നാടകമുണ്ട് വമ്പിച്ച ജനം. അപ്പൊ നോക്കുമ്പോ അന്ന് ഈ താർപ്പായി ഒന്നും ഇല്ലാത്ത കാലത്ത് പല വീട്ടിൽ നിന്ന് പുതപ്പെടുത്തുകൊണ്ട് വന്ന് മറച്ചതല്ലേ. അപ്പൊ മേക്കപ്പ് റൂമിന്റെ ഒരു ഭാഗം മറക്കാൻ ബാക്കിയുണ്ട്. അതിലെ കൂടി ഇവൻ ആണുങ്ങൾ പെണ്ണുങ്ങളെ വേഷം മാറുന്നെന്ന് നാട്ടുകാർ കാണുമോന്ന് കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലൻ മാഷക്ക് ഒരു സംശയം. അയാളെന്ത് ചെയ്തു? ആടെ മറക്കാനെന്നാ തുണി കിട്ടുക എന്ന് പറഞ്ഞ് തപ്പി നോക്കുമ്പോ കുറെ സാരി കൂട്ടിയിട്ടാണ്ട് ഇതിന്റെ അകത്തുനിന്ന് ഒരു സാരി അയച്ചിട്ട് ആടെ മറച്ചു കൊടുത്തു. ഈ സാരിന്റെ എണ്ണം 8 നേരായ വിവരം കൊടുക്കുന്ന പാഞ്ചാലി അറിയില്ല, അയക്കുന്ന ദുശാസനും അറിയില്ല. നാടകം ആരംഭിച്ചു.
ചൂതുകളി ആരംഭിച്ചു. ദുര്യോധനു വേണ്ടി ശകുനി ചൂത് കളിച്ചു. സകലതും പണയം വെച്ച് ഈ പുതിയ കലിയുഗത്തിൽ ആ ഉപഭോഗ സംസ്കാരത്തിന്റെ കാലത്ത് പോലും നമ്മുടെ ഗാംബ്ലിംഗില് ചീട്ട് കളിക്കാൻ പോകുമ്പോ ഒരു ദുഷ്ടന്മാരും ഭാര്യനെ പണയം വെച്ച് കളിക്കില്ല. എന്നാൽ വലിയ ധർമ്മപുത്ര പോലും ആ വിദ്വാൻ സ്വന്തം ഭാര്യയെ പണയം വെച്ച് കളിച്ചു. ആ കളിയിലും തോറ്റു. അങ്ങനെ പാഞ്ചാലി ദുര്യോധന്റെ അടിമയായി. ദുര്യോധനൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിച്ചു. ദുശാസന ജനങ്ങളിങ്ങനെ കോരിത്തരിച്ചു. അന്തഃപുരത്തിൽ രജസ്വലയായി ഒറ്റവസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഈ പഞ്ചപാണ്ഡവന്മാരുടെ ധർമ്മപത്നി നമ്മൾ സഭാപ്രവേശത്തിന് പോയപ്പോ വെള്ളത്തിൽ വീണപ്പോൾ കൈമുട്ടി ചിരിച്ചവളുണ്ടല്ലോ, കൊണ്ടുപോകാൻ അവളെ ഈ സദസ്സിലേക്ക്. രാജസഭ കാണട്ടെ. അവരുടെ മാനവും അപമാനവും കൊണ്ട് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു. അഴിക്കട അവരുടെ ചേല അഴിക്കാൻ തുടങ്ങി. ദുശാസനൻ ചേലയഴിക്കുന്നു. പാഞ്ചാലി കൃഷ്ണാന്ന് പറഞ്ഞ് വട്ടം ചുറ്റുന്നു. 1 സാരി 2 സാരി 3 സാരി 4 സാരി 5 സാരി 6 സാരി 7 സാരി അയച്ചിട്ട് നോക്കുമ്പോ കാക്കി ട്രൗസർ ഇട്ടിട്ട് പാഞ്ചാലി ശൈലിമെന്ന് പായുന്നു. ആണുങ്ങൾ പെണ്ണുങ്ങളെ വേഷം കെട്ടുമ്പോ അടിയിൽ പാവാടി ഒന്നും ഉടുത്തിട്ടേന്. പണ്ട് കീറാത്ത കാക്കി ട്രൗസർ ഉണ്ടാവും മിക്കാക്കും. അതിന്റെ മേലെ ചുറ്റിയതേ. പിന്നെ നാടകത്തിന്റെ കഥയുണ്ടാവും. ഇത്തരത്തിൽ ഗ്രാമീണ നാടകങ്ങളുടെ രസകരമായ എത്രയെത്ര കഥകളുണ്ടെന്നറിയുമോ? ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് 10 നാടകം കണ്ടിട്ടില്ലെങ്കിൽ അവന് ഫുൾ A+ കൊടുക്കരുതെന്ന് എന്റെ അഭിപ്രായം. ഒരു കുട്ടി +2 പാസ്സാവുമ്പോഴേക്ക് 20 കവിതാ പുസ്തകങ്ങളും 10 നോവലും വായിച്ചിട്ടില്ലെങ്കിൽ അവനെ വിജയിപ്പിക്കരുതെന്ന് എന്റെ അഭിപ്രായം. ഇതൊന്നും ഇല്ലാണ്ട് ചുട്ടെടുക്കുക. ഇങ്ങനെ നാടകങ്ങൾ കാണണം കുട്ടികൾ, കഥകളി കാണണം കുട്ടികൾ, മോഹിനിയാട്ടവും ഓട്ടം തുള്ളലും എല്ലാം കാണുന്ന കുട്ടികൾ. അല്ലാതെ മൊത്തം ഒറ്റ ഡാൻസ്, ഇപ്പൊ എല്ലാം DJ ഡാൻസ്. അതുമാത്രമാണ് കല എന്ന തെറ്റിദ്ധാരണ തിരുത്തിയില്ലെങ്കിൽ ഭാവി തലമുറ ആപത്തിലേക്ക് പോകും. താളബോധം പിഴയ്ക്കുന്നു. സ്പീഡാണ്. അതുകൊണ്ട് ആ പിള്ളേർക്കെല്ലാം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരുന്നെന്താ, കത്തിയെടുത്ത് കുത്തുന്നെന്താ, അവന് മെല്ലെ അറിയില്ല. സ്പീഡാണ്. പണ്ടെല്ലാം ഇവന്റെ താളബോധം അമ്മേന്റെ വയറ്റിൽ കിടക്കുമ്പോ അമ്മീമിലിട്ട് അരക്കുന്ന ഒച്ച കേട്ടിട്ടാ താളബോധം ഉണ്ടായേ. അമ്മിയിലിട്ട് അരക്ക് നല്ലല്ലേ. കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ടേ ജീരം കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ ഉതിർമണിയൊന്നു കോറിച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ. അരക്കുന്ന ഗർഭിണികൾ അരക്കൂ കണ്ടു. അപ്പൊ ഈ കുട്ടിക്ക് 5ാം മാസം മുതൽ കാത് മുളക്കും. അമ്മ കേൾക്കുന്ന ഒച്ചയെല്ലാം കുട്ടി കേൾക്കൂ. അപ്പൊ താളബോധത്തിന്റെ സോഫ്റ്റ്വെയർ പതിഞ്ഞതാ. നെല്ലുകുത്തും ഗർഭിണികൾ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ലുകുത്തലാണടോ. നെല്ലുകുത്തലെങ്ങനടി മോതിരെ കൂറത്തി, നെല്ലുകുത്തലിങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ. അത് കേട്ട കുട്ടിക്ക് പഴയ പാട്ട് ഇഷ്ടാ. എന്നാൽ ഇന്ന് ഏതെങ്കിലും ഗർഭിണി അരക്കുവോ? പറഞ്ഞിട്ട് കാര്യമില്ല. ബെഡ് റെസ്റ്റ് അല്ലേ. അങ്ങോട്ട് ഉഷാറ് പോവും. ഡോക്ടർ പറയൂ എന്റെ മോളെ ബെഡ് റെസ്റ്റാ. അങ്ങോട്ട് പോയോളൂ. പിന്നെ ഇങ്ങോട്ട് വിരായിപ്പെട്ടെന്ന് പുല്ലുപണ്ടി വരുമ്പോലെ ഉണ്ടാവും. തട്ടാണ്ട് മുട്ടാണ്ടാ നടക്കുവോ പേടിച്ചിട്ട്. വെളുപറ്റ കുട്ടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം, കത്തിയെടുത്ത് കുത്തലും ചൂട്ട് പെട്ടെന്ന് ചൂടാകുക. ചെറുപ്പക്കാർ എന്താ ഇവൻ, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൻ കേട്ടത് അമ്മീന്റെ ഒരലിന്റെ താളല്ല, സ്വിച്ച് ഇടുമ്പോ റീസാകുന്ന മിക്സിയുടെ താളല്ലേ. പിള്ളേരുടെ സ്വഭാവം പെട്ടെന്ന് ചൂടാവും. അവരെ കുറ്റം പറയണ്ട. ഇനിയിപ്പം വീണ്ടും ബാറ്റിലിട്ടിട്ട് പിന്നെ അമ്മയിലിട്ട് അരക്കാൻ പറ്റുമോ? അവർക്ക് കവിത ചൊല്ലിക്കൊടുക്ക്, കഥ പറഞ്ഞു കൊടുക്ക്. പണ്ട് അമ്മയിലിട്ട് അരച്ച ചെക്കനോട് പണ്ടൊരു പെണ്ണ്, കാണേന ചായയിലടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. മറുപടി എന്താ? അമ്മീന്റെ താളത്തിൽ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറൊന്നൊന്നും ചെയ്തുകൂടാ. ഒറ്റി വലുതാക്കി അച്ഛനെയും അമ്മയും മറന്നിട്ടൊന്നും വേണ്ട. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടോ മലാളെ. എന്നാ ഇപ്പോ മിസ്സിന്റെ താളം കേട്ട ചെക്കനോട് ഒരു കൊണ്ട് ഇതേ ചോദ്യം, ഞാനും വരട്ടെ ആടുമയ്ക്കാൻ കാടിനുള്ളിൽ. ഓന്റെ മറുപടി, ഒരു പുന്നാരേ മാമ്പു പൂക്കും കാലമല്ലേ എന്നാണല്ലേ. അതാണ് സ്പീഡ്. താളം. സ്പീഡ് മാത്രം പോരാ, സ്പീഡ് വേണം. താളം സ്പീഡും വേണം, മെല്ലെയും വേണം. താളത്തെ ക്രമപ്പെടുത്താൻ അറിയില്ല. താളക്രമം തെറ്റുമ്പോഴാണ് സമൂഹത്തിൽ ബന്ധങ്ങളുടെ ക്രമം തെറ്റുമ്പോഴാണ് അക്രമം ഉണ്ടാകുന്നത്. ആ അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ
എന്റെ സ്വരവും എന്റെ താളവും നിങ്ങളുടെ സ്വരവും നിങ്ങളുടെ താളവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമാക്കാനാണ് ഈ കലോത്സവം. മനസ്സിലായോ? നമ്മൾ ഒരേ താളത്തിൽ ചിന്തിക്കണം, ഒരേ താളത്തിൽ ആസ്വദിക്കണം. അത്തരത്തിലേക്ക് നമ്മൾ പോകണം. അപ്പോ കലയുണ്ടാകുന്നു, പങ്കുവെക്കൽ സ്നേഹമുണ്ടാകുന്നു, സൂക്ഷിച്ചു വെപ്പുണ്ടാകുന്നു, വിത്തുകൾ സൂക്ഷിച്ചു വെക്കുന്നു, ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു, പണം സൂക്ഷിച്ചു വെക്കുന്നു. 6 ഘടകങ്ങളുണ്ടായി മനുഷ്യനുണ്ടാവാൻ. ഈ 6 ഘടകങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വളർത്തണം. 1 ചിന്ത, 2 ആശയവിനിമയം, ജൈവികമായ കമ്പ്യൂട്ടർ ഡിജിറ്റൽ ആശയവിനിമയം ഭയങ്കരമായി പോവല്ലേ, എല്ലാം ഡിജിറ്റലാ. എന്റെ നാട്ടില് 10ാം ക്ലാസ്സിൽ ഇന്നലെ മറ്റന്നാൾ പരീക്ഷ ചെയ്തിട്ട് കുട്ടിയുണ്ട് മംഗലാപുരത്ത് ICUവിൽ ബോധമില്ലാണ്ട് കിടക്കുന്നു. ഓന്റെ അമ്മ താഴെ നിന്ന് മോളിൽ നിന്ന് പഠിക്കുന്ന ചെക്കന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ചോറായി. അപ്പൊ ഇവൻ എന്താ കൂട്ടാൻ? അപ്പൊ ചക്കക്കുരും വെള്ളരിക്ക് ഓലൻ എനിക്ക് വേണ്ട, എന്നാ ഞങ്ങൾ കിടക്കട്ടെ. കിടന്നോ? 9:30 അവര് കിടന്നു. 10:30 ഇവന്റെ മെസ്സേജ്, ഏച്ചൂർ ടൗണിൽ പറന്നടിച്ച ചിക്കൻ പറന്നടിച്ചു, അടിപൊളി ടേസ്റ്റ്, ചങ്ക്. മെസ്സേജ് അയച്ചു. ഇവൻ ബൈക്ക് മെല്ലെ ഉന്തി 15 വയസ്സേ ഉള്ളൂ റോഡ് മേലിറക്കി, ആടുന്ന് ഷാട്ടാക്കി പോയി. പോന്ന ബൈക്ക് കുടുക്കിവട്ട വളവിൽ ലോറിയുടെ അടിയിൽ പോയി പെട്ടു. തലയോട്ടി പൊട്ടി. ഈ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, 15 വയസ്സാ, ഇൻഷൂർ കിട്ടൂല. അവിടെ മംഗലാപുരത്ത് കിടക്കുക. അച്ഛനും അമ്മയും ഒരു വിവരം അറിയില്ല. ഇവൻ ആസ്പത്രിയിൽ പോയ വിവരം പോലീസുകാർ വന്ന് വിളിച്ചേരറിയുന്നത്. പോലീസുകാർ വന്ന് വിളിച്ചേരറിഞ്ഞ്, കാരണം അവന്റെ ശരീരം, മനസ്സ് ഉറങ്ങി, മുയല് കിടന്നുറങ്ങി, ശരീരം ആമ പോയി. ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടില്ലേ? ആമ മെല്ലെ വളരും, ശരീരം മെല്ലെ വളരും, പക്ഷെ മനസ്സ് കുതിച്ചു പായും. പക്ഷേ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോ, ഒരു 12-13 വയസ്സാവുമ്പോ, മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാര മലർ കൊണ്ടു ശരം തൊടുക്കും. ഈ ഹോർമോൺ ഉത്പാദനം തുടങ്ങുമ്പോ പിള്ളേർക്ക് തോന്നും അങ്ങ് ഭയങ്കര ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി. അപ്പൊ പിന്നെ അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, മനസ്സ് കിടന്നുറങ്ങി. വീടുന്നെങ്കിൽ ഒരു ചക്കൻ ചിരിച്ചു കാണിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. പോയതിനാ? പ്രേമം പ്രണയമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കില്ല. ഇവിടെ ശരീരത്തിന് ഏതെല്ലാം തിന്നുന്നു? നമ്മളെ പണ്ടത്തെ ചക്കക്കുരും വെള്ളരിക്കുക എന്തെല്ലാം നമ്മക്ക് പല പേരുണ്ട് ഇല്ലേ? പക്ഷെ മരിച്ചാൽ നമുക്ക് ഒരു പേരിലേ ഉള്ളൂ. എന്ത്? ശവ മയ്യത്ത് എന്നേ പേരുള്ളൂ. എന്നാ കോഴിക്ക് മരിക്കുന്നവരെ ഒറ്റ പേരേ ഉള്ളൂ. കോഴി മരിച്ചാൽ ആ പേര് മുഴുവൻ അല്ലേ? ഇത് മുഴുവൻ തിന്നിട്ട് ഈ ഹോർമോണിന്റെ ബാലൻസ് തെറ്റിയിട്ട് കാമത്തിന്റെ പേരിലാ പോകുന്ന അധികവും ഒളിച്ചോടുന്നത്. പ്രണയമല്ല. പ്രണയം ഒന്ന് പുറത്തു പറയും, എനിക്ക് ആരെങ്കിലും ഒരുത്തി വേണം എന്ന് പറഞ്ഞ് പോവുക. ആമ ശരീരം പോയി, മനസ്സ് നിയന്ത്രിക്കേണ്ട അച്ഛനെ അമ്മയെ ഓർക്കേണ്ട മനസ്സാകുന്ന മുയല് കിടന്നുറങ്ങി. ആമ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് ട്രോഫി വാങ്ങി വരൂ. എന്റെ അമ്മയെ പറ്റിപ്പോയി ഓൻ വെറും പിടക്കാന്ന് പറഞ്ഞിട്ട് കുട്ടീനെ എടുത്ത് വരുന്നില്ലേ ട്രോഫി വാങ്ങിയിട്ട്. ഈ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ മനുഷ്യനായിട്ട് എന്തിനാ നിൽക്കുന്നത്? അതാ പറ്റുന്നത്. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ശരീരത്തിന്റെ ചോദനകളാണ് മിക്ക യുവാക്കളുടെയും സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. അത് നിയന്ത്രിച്ച് ആ ശരീരത്തോട് അനങ്ങാണ്ട് കിടന്നോ. മൃഗത്തിന്റെ പ്രത്യേകത ശരീരമാണ് പ്രധാനം, മനസ്സ് അടിമയാണ്. ഒരു പശുവിന് ഇപ്പൊ ഈ മൈതാനത്ത് ഒരു പശു വന്നു, അതിന് മൂത്രയിക്കാൻ മുട്ടിയാൽ മനസ്സ് പറയോ ആളെ കൂട്ടത്ത് പറ്റൂല? ആട് പാലും വധിച്ച് മൂത്രയിക്കും. ശരീരം എന്താ പറയുന്നത് അതനുസരിക്കും. പട്ടികൾ റോഡിൽ വെച്ച് ഇണചേരും. നമുക്ക് ഇവിടെ മൂത്രയിക്കാൻ മുട്ടി എവിടെ ഇരുന്ന് വയ്ക്കുവോ? അനങ്ങാണ്ട് കിടന്നോ പേരിൻകോട്ടല്ലേ എന്ന് പറഞ്ഞ് ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സുണ്ടാവുമ്പോഴേ മനുഷ്യനുണ്ടാവും. ആ മനസ്സാണ് പ്രധാനം. ആ മനസ്സാണ് മനുഷ്യനെന്ന് പേര് വരാൻ കാരണം. അത്തരത്തിൽ മനസ്സ് വളരണം. അറിവ് കൊണ്ട് മാത്രം വളർത്താൻ പോരാ. സർഗാത്മകത വേണം, ധാർമ്മികത വേണം, സാമൂഹ്യബോധം വേണം. ആ സർഗാത്മകതയുടെ അടിത്തറയിലാണ് എല്ലാ ധാർമ്മികതയും ഉണ്ടാവുന്നത്. ആ സർഗാത്മകത ഉണ്ടാവണമെങ്കിൽ പാട്ടുപാടണം, കവിത ചൊല്ലണം, പുസ്തകങ്ങൾ വായിക്കണം. ബിരിയാണി തിന്നാ പോരാ. ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ച എത്രയായിട്ട് ഇവിടെ? സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച കഥയാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി. ആ കഥ വായിച്ച എത്ര ആളുണ്ട് ഇവിടെ? ഒന്ന് കൈവക്കൂ. നമ്മുടെ യുവാക്കളും വായിച്ചിട്ടില്ല.
അവർ വായനശാല എന്ന് പറഞ്ഞാൽ അലർജിയായിരിക്കും, അങ്ങോട്ടേ പോകില്ല അല്ലേ? ഇതാണ് പ്രശ്നം. രക്ഷിതാക്കളെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ മക്കളെല്ലാം മയക്കുമരുന്നിന് അടിമയാകാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിൽ പെടും. കാരണം ജീവിതത്തിന്റെ ലഹരി എന്താ? വായന, പാട്ട്, കഥ, കവിതയൊക്കെയാണ്. അതൊന്നുമില്ല.